തുടർന്ന് ട്രെയിനുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തത് നമ്മുടെ ഓർമ്മയിലുണ്ട്. പക്ഷേ ഇപ്പോഴും സമാനമാണ് സ്ഥിതി. ഒരാൾക്ക് വെറുതെ വന്ന ഒരു പെൺകുട്ടിയെ തള്ളി താഴെയിടാം എന്ന തരത്തിലാണോ ട്രെയിനിലെ സുരക്ഷാ സ്ഥിതി എന്ന ആശങ്ക തോന്നുന്നു. സുരേഷ് കുമാർ എന്നാണ് ഇയാളുടെ പേരെന്നറിയുന്നു. മദ്യപിച്ചിരുന്നു എന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ വരുന്നുണ്ടായിരുന്നു. ഇയാൾ മദ്യപിച്ചിട്ടുണ്ട്. എന്നാലും ഒരു മദ്യപിച്ചെങ്കിലും ഒരാൾക്ക് ഒരു കുട്ടിയെ, ഒരു 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിടാൻ എന്തായിരുന്നു പ്രകോപനം എന്നറിയേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഈ കുട്ടിയുടെ സുഹൃത്തിൽ നിന്ന് തേടുന്നുണ്ട്. ഇയാളെ തമ്പാനൂരിലെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അവിടെ വിശദമായി ചോദ്യം ചെയ്യും എന്നാണ് അറിയുന്നത്. ഈ കുട്ടിയുടെ ആരോഗ്യാവസ്ഥ ആശങ്കാജനകമാണ്. ഗുരുതരാവസ്ഥയിലുള്ള കുട്ടി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സമയം അറിയാൻ കഴിയുന്നത്. ഇനി ആ ട്രെയിനിൽ, ആ കമ്പാർട്ട്മെന്റിൽ മറ്റാളുകൾ ഉണ്ടായിരുന്നില്ലേ, അവരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നില്ലേ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വരുന്നുണ്ട്. വി അരുൺ തുടരുന്നുണ്ട് എന്ന് കരുതുന്നു. അരുൺ, ഈ ആദ്യഘട്ടത്തിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്നൊരു വാർത്ത വരുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇയാൾ എങ്ങനെ അവിടെ വന്നു എന്നൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ നമുക്കൊക്കെ തോന്നിയ സംശയം. ഇത് ജനറൽ കമ്പാർട്ട്മെന്റ് തന്നെയായിരുന്നു, ട്രെയിനിന്റെ ഏറ്റവും ബാക്കിലുള്ള കമ്പാർട്ട്മെന്റ്. അങ്ങനെയാണോ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വിവരങ്ങൾ? അഭിലാഷ്, അത്തരം വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും ജനറൽ കമ്പാർട്ട്മെന്റ് ആദ്യഘട്ടത്തിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ജനറൽ കമ്പാർട്ട്മെന്റ് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരുന്നത്. കാരണം ഈ പ്രതിയെ കൊച്ചുവേളിയിലുള്ള റെയിൽവേ പോലീസ് പിടികൂടിയതും ഈ കമ്പാർട്ട്മെന്റിലെ ആൾക്കാർ പിടിച്ച് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ആ കമ്പാർട്ട്മെന്റിലെ ആൾക്കാർ തന്നെ കണ്ടതാണ് ഈ പെൺകുട്ടി പുറത്തേക്ക് തെറിച്ചു വീഴുന്നതും ഈ പ്രതി ആക്രമിക്കുന്നതും കണ്ടതാണ്. അവർ തടഞ്ഞു വെച്ചതനുസരിച്ചാണ് ഈ പ്രതിയെ ഈ റെയിൽവേ പോലീസിന് പിടികൂടാനായത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം, കാരണം അത് ഈ ജനറൽ കമ്പാർട്ട്മെന്റ് തന്നെയായിരുന്നു സംഭവിച്ചതെന്ന്. ശ്രീജ, ശരി, അത് ആ ഒരു വിവരം കൂടി വരുന്നു. അതായത് നേരത്തെ ആദ്യഘട്ടത്തിൽ വന്ന വിവരം ലേഡീസ് കമ്പാർട്ട്മെന്റിലായിരുന്നു ഈ കുട്ടി യാത്ര ചെയ്തിരുന്നത് എന്നതാണ്. അങ്ങനെയല്ല, ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു. ട്രെയിനിന്റെ പിറകുവശത്തുള്ള ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഈ കുട്ടിയും സുഹൃത്തും ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് ഇയാൾ ഈ പെൺകുട്ടിയെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. ആ ട്രെയിനിൽ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരാണ് ഇയാളെ തടഞ്ഞു വെച്ചത്. പിന്നീട് കൊച്ചുവേളി സ്റ്റേഷനിൽ വെച്ചാണ് RPF ഇയാളെ പിടികൂടുന്നത്. അതുവരെയും ഈ സഹയാത്രികരായ പുരുഷന്മാർ തന്നെയായിരുന്നു ഇയാളെ തടഞ്ഞു വെച്ചത് എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഞെട്ടിക്കുന്ന വാർത്തയാണ്. നമ്മുടെ നാട്ടിലെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണുള്ളത് എന്ന് ചോദിക്കേണ്ടി വരുന്ന തരത്തിൽ ആശങ്കാജനകമായൊരു വാർത്ത. കേരള എക്സ്പ്രസ് വലിയ രീതിയിൽ പരിശോധനകളൊക്കെ നടക്കുന്ന, എപ്പോഴും റെയിൽവേ പോലീസിന്റെ സാന്നിധ്യമൊക്കെ ഉണ്ടാവുന്ന ഒരു ട്രെയിനാണ് കേരള എക്സ്പ്രസ്. ആ കേരള എക്സ്പ്രസിലാണ് തിരുവനന്തപുരത്ത് എത്തുന്നതിന് തൊട്ട് മുൻപ്, ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട തിരുവനന്തപുരം വരെയുള്ള ട്രെയിനാണ്. ആ തിരുവനന്തപുരത്ത് എത്തുന്നതിന് തൊട്ട് മുൻപ് വർക്കല സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ പിന്നിട്ട ശേഷം ഇങ്ങനെയൊരു ഞെട്ടിക്കുന്ന ഒപ്പം ദാരുണമായ ആക്രമണം ഉണ്ടായത്. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടിക്ക് നേരെയാണ് ആക്രമണം. ഈ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ഇയാൾ തള്ളി താഴെയിട്ടു എന്ന വാർത്തയാണിപ്പോൾ വരുന്നത്. 9:30 ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. 9:30 അയന്തിപ്പാലത്തിന് സമീപത്തേക്ക് ഈ ട്രാക്കിലേക്ക് ഈ കുട്ടി തെറിച്ചു വീഴുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ട്രെയിനിൽ നിന്നൊരു കുട്ടി വീണു എന്ന വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. പിന്നീടാണ് അത് ഒരാൾ തള്ളിയിട്ടതാണ്, അത് ഇയാളാണ്, ഈ സ്ക്രീനിൽ കാണുന്ന സുരേഷ് കുമാർ എന്നയാളാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇയാളെ ട്രെയിനിലുള്ള കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ട്രെയിനിൽ തടഞ്ഞു വെക്കുകയായിരുന്നു. ഡാൻ കുര്യൻ മറ്റ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഡാൻ, എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? എപ്പോഴും വലിയ സുരക്ഷയൊക്കെയുള്ള ഒരു ട്രെയിനാണല്ലോ, എങ്ങനെയാണ് ഒരു പ്രകോപനവുമില്ലാതെ ഒരു കുട്ടിയെ തള്ളിയിടുക? നമ്മളൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾ. ശ്രീജ, ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകുന്ന വിവരമനുസരിച്ച് ഇയാൾക്ക് ഒരു മുൻപരിചയവും ഈ പെൺകുട്ടിയുമായിട്ടോ ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുമായിട്ടോ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ, ഈ ട്രെയിനിന്റെ ഏറ്റവും പിൻവശത്തുള്ള ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന ഈ പെൺകുട്ടികളുടെ അടുത്തേക്ക് എത്തി ഈ 19 വയസ്സുകാരിയെ തള്ളി പുറത്തേക്കിടുകയായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. തുടർന്ന് ഇത് കണ്ടുകൊണ്ട് മറ്റ് സഹയാത്രികരാണ് ഈ സുരേഷ് കുമാറിനെ ട്രെയിനിൽ കമ്പാർട്ട്മെന്റിൽ തടഞ്ഞു വെക്കുന്നത്. പിന്നീട് കൊച്ചുവേളിയിൽ എത്തി RPF ഉദ്യോഗസ്ഥർക്ക് ഇയാളെ കൈമാറുകയായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം.
അതിനുശേഷമാണ് ഇയാളെ ഈ വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ ഉദ്യോഗസ്ഥർ കടന്നത്. പക്ഷേ എന്ത് മറുപടിയാണ് ചോദ്യം ചെയ്യലിൽ ഇയാൾ നൽകിയത് എന്നത് സംബന്ധിച്ച വ്യക്തമായ ഒരു ഉത്തരം റെയിൽവേ പോലീസ് ഇപ്പോഴും നൽകുന്നില്ല. അത്തരം ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഈ പെൺകുട്ടിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്, അബോധാവസ്ഥയിലായിരുന്നു, ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകളും അങ്ങനെയാണ്. അതായത് സാരമായ പരിക്കാണ് ഈ പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ ഈ 19 വയസ്സുകാരിക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിവരം. ഇത് പാലോട് സ്വദേശിനി തന്നെയാണ് എന്ന് ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള സൂചനകളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നടക്കം ലഭിക്കുന്നത്. അല്പസമയത്തിനകം ഈ പ്രതിയെ തമ്പാനൂരിലെ റെയിൽവേ പോലീസിന്റെ ആസ്ഥാനത്തേക്ക് എത്തിക്കും. അവിടെ എത്തിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. നമുക്കറിയാം ട്രെയിനുകളിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു വലിയ തരത്തിൽ ഉള്ള പരിശോധനകൾ, പ്രത്യേകിച്ച് റെയിൽവേ പോലീസിന് പുറമെ മറ്റ് തരത്തിലുള്ള പരിശോധനകളൊക്കെ ട്രെയിനുകളിൽ സജീവമാക്കിയിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ ഏത് തരത്തിലാണ് വീഴ്ച സംഭവിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് നയിക്കാനിടയ സാഹചര്യം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധന വേണ്ടിവരും. മാത്രമല്ല ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ സാധാരണയായി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അങ്ങനെ ഉണ്ടാകാറില്ല. കാരണം ജനറൽ കമ്പാർട്ട്മെന്റിൽ എപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന കമ്പാർട്ട്മെന്റുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ എപ്പോഴും അവിടെ വന്നു പോകാറില്ല. നമുക്കറിയാം ട്രെയിനിൽ സാധാരണ ലേഡീസ് കോച്ചും അല്ലെങ്കിൽ സ്ലീപ്പർ കോച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോച്ചുകളിലാണ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഇടവേളകളിൽ വന്ന് വരികയും പോവുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ എത്ര കണ്ട് പരിശോധന നടക്കുന്നു എന്നത് വലിയൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് മദ്യപിച്ചൊക്കെ യാത്രയിൽ ആളുകൾ യാത്ര ചെയ്യുന്നതാണ്. അത് മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നേരത്തെ തന്നെ വാർത്തയായിട്ടുള്ളതാണ്. ഒരുപാട് തരത്തിൽ ചർച്ചയായ വിഷയങ്ങളൊക്കെയാണ്. അത്തരത്തിലുണ്ടായ ഒരു സംഭവമാണോ ഇങ്ങനെ ഒരു ദാരുണമായ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത്, അതോ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണം ഇതിന് പിന്നിലുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്, ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമായ നിലയിൽ ഇപ്പോഴും തുടരുകയാണ്, അബോധാവസ്ഥയിൽ തന്നെയാണ് എന്നാണ് റെയിൽവേ പോലീസിന്റെ ഭാഗത്തുനിന്നടക്കം ഏറ്റവും ഒടുവിലും ലഭിക്കുന്ന സൂചനകൾ. 2011 ഫെബ്രുവരിയിലാണ് കേരളം ഇതുപോലെ ട്രെയിനിലെ പെൺകുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷയെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തത്. അന്ന് 2011 ഫെബ്രുവരിയിൽ സൗമ്യ എന്നൊരു പെൺകുട്ടി ട്രെയിനിൽ ഒരു ക്രൂരന്റെ ആക്രമണത്തിനിരയായി, ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം നമ്മുടെയൊക്കെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതിനുശേഷം ട്രെയിനുകളിലെ യാത്രയെക്കുറിച്ച്, ട്രെയിനുകളിൽ കയറുന്നവരെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ ആശങ്കയുണ്ടായിരുന്നു. വലിയ പരിശോധനകൾ നടന്നിരുന്നു, എല്ലാം നടന്നിരുന്നു. ഇപ്പോൾ ഡാൻ സൂചിപ്പിച്ചതുപോലെ പക്ഷേ ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ സാധാരണ യാത്രക്കാരായി പോകുന്നവർക്ക് എന്ത് സുരക്ഷയാണുള്ളത് എന്ന് വീണ്ടും ചോദിക്കേണ്ടി വരുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. 2 പെൺകുട്ടികൾ അവർ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത് വരികയായിരുന്നു. അതിൽ ഒരു പെൺകുട്ടി തിരുവനന്തപുരം പാലോട് സ്വദേശിയാണ്. ആ പെൺകുട്ടി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ആ കുട്ടിയെ അപരിചിതനായ ഒരാൾ ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിട്ടതിന് പിന്നിൽ എന്തിനാണ് അയാൾ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിടാൻ മാത്രം എന്തായിരുന്നു പ്രകോപനം? ഇതൊക്കെ അറിയേണ്ടതുണ്ട്. ആ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നവർക്ക് പോലും നമുക്കറിയാം ട്രെയിനിന്റെ വാതിൽ മറ്റൊരു വശത്തായിരിക്കും, ആളുകൾ ഇരിക്കുന്നത് അപ്പുറത്തായിരിക്കും. ഇങ്ങനൊരു തള്ളി താഴേക്കിടും എന്നത് ആരും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ചെയ്തതായിരിക്കാം ഒരു പക്ഷേ. എന്തായാലും അതിനുശേഷം ആ കമ്പാർട്ട്മെന്റിലെ മറ്റ് യാത്രക്കാരാണ് ഇയാളെ തടഞ്ഞു വെച്ചത്. RPFന് ഇയാളെ കൈമാറുന്നതും മറ്റ് യാത്രക്കാരാണ്. പക്ഷെ അപ്പോഴത്തേക്കും ഈ കുട്ടിയുടെ ആരോഗ്യനില ആശങ്ക ജനിപ്പിക്കുന്ന തരത്തിൽ ഗുരുതരാവസ്ഥയിലാണുള്ളത്. അതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. ഈ കുട്ടി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പ്രതി ചവിട്ടി തള്ളിയിട്ടു എന്ന് ഒപ്പമുള്ള സുഹൃത്ത് പറഞ്ഞു എന്ന വിവരങ്ങൾ ഇപ്പോൾ വരുന്നു. വല്ലാതെ പേടിപ്പിക്കുന്നതാണ്. ചവിട്ടി താഴെയിടാൻ മാത്രം എന്തായിരുന്നു പ്രകോപനം എന്നതാണ് അറിയേണ്ടത്. ഈ 2 കുട്ടികളും ട്രെയിനിന്റെ വാതിലിനടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 2 പെൺകുട്ടികളെയും ഒന്നിച്ചാണ് ആക്രമിച്ചത്. അതിൽ ഒരാൾ ട്രെയിനിനകത്തേക്കും മറ്റേയാൾ ട്രാക്കിലേക്കും വീണു. പിന്നീട് ആ ട്രെയിനിലുണ്ടായിരുന്ന മറ്റാളുകൾ ചേർന്ന് ഇയാളെ തടഞ്ഞു വെച്ചു. മറ്റേ സുഹൃത്ത് അർച്ചന എന്നാണ് ആ കുട്ടിയുടെ പേരെന്ന് മനസ്സിലാക്കുന്നു. ആ കുട്ടി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്.
അത്യന്തം ഞെട്ടിക്കുന്ന വാർത്തയാണ്. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന 2 പെൺകുട്ടികൾക്ക് നേരെ അപരിചിതനായ ഒരാൾ ആക്രമണം നടത്തി. 2 കുട്ടികളെയും ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിൽ ഒരു കുട്ടി ട്രെയിനിന് പുറത്തേക്ക് ട്രാക്കിലേക്ക് വീണു, മറ്റേ കുട്ടി ട്രെയിനകത്തും വീണു. തലനാരിഴയ്ക്കാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. മറ്റേയാൾ ഇതാ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. എന്താണ് ഇയാളുടെ ആക്രമണത്തിനുള്ള പ്രകോപനം എന്നത് ഇപ്പോഴും അറിയില്ല. ഇയാളെ ഇപ്പോൾ റെയിൽവേ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. സഹയാത്രികർ ഇയാളെ ട്രെയിനകത്ത് തടഞ്ഞു വെച്ചു. വർക്കല വിട്ടുകഴിഞ്ഞാൽ പിന്നീട് വേളിയിലുള്ള RPF ആണ് ഇയാളെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നത്. കൊച്ചുവേളി സ്റ്റേഷൻ വരെ ഇയാളെ കൊണ്ടെത്തിച്ചു. കൊച്ചുവേളിയിൽ വെച്ച് ഇയാളെ RPFന് കൈമാറിയത് ഈ കമ്പാർട്ട്മെന്റിൽ കൂടെ യാത്ര ചെയ്തിരുന്ന ആളുകൾ തന്നെയാണ്. എന്തിനാണ് ഈ ആക്രമണം നടത്തിയത്? അതാണ് ഇനി അറിയേണ്ടത്. ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. മദ്യപിച്ചെങ്കിലും 2 പെൺകുട്ടികളെ ആക്രമിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ആ കുട്ടികൾക്ക് നേരെ ഒരു ആക്രമണത്തിന് ഇയാൾ മുതിരുകയായിരുന്നു. ഇതെല്ലാം അറിയേണ്ടതുണ്ട്. വൈകിട്ട് 9:30 രാത്രി 9:30 ഈ സംഭവം. വർക്കല സ്റ്റേഷൻ വിട്ടതിന് ശേഷം അയന്തി എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കുട്ടി ട്രാക്കിലേക്ക് തെറിച്ചു വീണത്. ആ ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ പ്രതിയായ സുരേഷ് കുമാറിനെ മെഡിക്കൽ പരിശോധനകൾക്കായി ആശുപത്രിയിൽ എത്തിച്ചു എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ഇയാളുടെ അവസ്ഥ എന്തായിരുന്നു? ഇയാൾ മദ്യപിച്ച് വശം കെട്ടതാണോ, അതല്ല മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഇതെല്ലാം അല്പസമയത്തിനകം അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ യാത്ര ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർക്കൊക്കെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. 2 പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. അതിൽ ഒരു കുട്ടി ട്രാക്കിലേക്ക് വീഴുന്നു, മറ്റേ കുട്ടി ട്രെയിനിൽ വീഴുന്നു. സഹയാത്രികർ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറുന്നു. ഇത് നമ്മുടെ നാട്ടിൽ ട്രെയിൻ സുരക്ഷയെ മുഴുവൻ, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷയെ മുഴുവൻ ചോദ്യം ചെയ്യുകയല്ലേ? തീർച്ചയായിട്ടും ശ്രീജ, ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത് ഈ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന വ്യക്തികളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഈ മദ്യലഹരിയായിരുന്ന വ്യക്തി ഈ 2 പെൺകുട്ടികൾ ഈ ഡോറിന് ഈ ട്രെയിനിന്റെ വാതിലിന് സമീപം നിൽക്കുകയായിരുന്നു. 2 പെൺകുട്ടികളെയും ഒരുമിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് ഒരുപക്ഷെ കയറി പിടിക്കാൻ ശ്രമിക്കുകയായിരിക്കാം. ഈ പെൺകുട്ടികൾ തടഞ്ഞതായിരിക്കാം. പക്ഷെ ആ ഒരു മൽപ്പിടുത്തത്തിനിടയിലാണ് ഒരു കുട്ടി ഈ ട്രാക്കിലേക്ക് വീഴുകയും